അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട്? എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് നല്ലൊരു കുൽഫീൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. എല്ലാവർക്കും വീട്ടിൽ തന്നെ ഉണ്ടാക്കി നോക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി കുൽഫിയാണിത്. എല്ലാവരും വീട്ടിലുണ്ടാക്കി നോക്കണം. എന്തൊക്കെയാണ് അതിന് വേണ്ടതെന്ന് നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് മിക്സിയിലേക്ക് 1/4 കപ്പ് പിസ്ത ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. പിന്നെ അതേപോലെ തന്നെ ഒരു 1/4 കപ്പ് അണ്ടിപ്പരിപ്പ്, ഒരു 1/4 കപ്പ് പാൽ ഒഴിച്ചിട്ടൊന്ന് നന്നായിട്ടൊന്ന് പേസ്റ്റാക്കി എടുക്കുക. ഒരു പാത്രത്തിലേക്ക് 1.5 കപ്പ് പാൽ ഒഴിച്ച് കൊടുക്കുക. പാൽ നമുക്ക് അടുപ്പിൽ വെച്ചിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. പാലൊന്ന് തിളച്ച് വരുമ്പോൾ നമ്മൾ നേരത്തെ അരച്ച് വെച്ച അണ്ടിപ്പരിപ്പിൻ്റെ പേസ്റ്റ് ഒഴിച്ച് കൊടുക്കുക. 1.5 കപ്പ് പാലും 1/2 കപ്പോളം അണ്ടിപ്പരിപ്പിൻ്റെ പേസ്റ്റും, അങ്ങനെ മൊത്തത്തിൽ 2 കപ്പോളം പാലാണ് ഇതിലുള്ളത്. അപ്പോൾ അണ്ടിപ്പരിപ്പ് അരച്ച് ഒഴിച്ച് കഴിഞ്ഞാൽ കുറുകി വരും. അപ്പോഴാണ് നമ്മൾ പഞ്ചസാര ചേർത്ത് കൊടുക്കേണ്ടത്. 1/2 കപ്പ് പഞ്ചസാര പാലിലേക്ക് ഇട്ട് കൊടുക്കണം. നന്നായിട്ട് തിളച്ച് ഒരു കുറുകിയ പരുവത്തിലാവുമ്പോൾ അതിലേക്ക് നമ്മൾ നേരത്തെ ക്രഷ് ചെയ്ത് വെച്ച പിസ്തയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അതിലേക്ക് ഏലക്കാപ്പൊടി ഒരു 3/4 ടേബിൾ സ്പൂണോളം ഞാൻ ചേർത്തിട്ടുണ്ട്. ഏലക്കാൻ്റെ ടേസ്റ്റ് നന്നായിട്ട് കിട്ടണം. അപ്പോഴാണ് കുൽഫീൻ്റെ ശരിക്കുള്ള ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇത് നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇനി അടുപ്പ് ഓഫ് ആക്കിയിട്ട് നമുക്കിത് തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. ഇത് നമുക്കിനി ഓരോന്നായിട്ട് മോൾഡിലേക്ക് ഒഴിച്ച് കൊടുക്കുക. ഒഴിച്ചതിൻ്റെ ശേഷം നമ്മൾ ക്ലിംഗ് റാപ്പ് വെച്ചിട്ടാണ് ഞാൻ കവർ ചെയ്ത് കൊടുക്കുന്നത്. ഇതിൻ്റെ മൂടി ഞാൻ അങ്ങനെ ഉപയോഗിക്കില്ല. അപ്പോൾ സ്റ്റിക്ക് വെച്ച് കൊടുത്താൽ നല്ല ഐസിൻ്റെ ഒരു ഒറിജിനാലിറ്റി ഉണ്ടാവും. ഞാൻ മാംഗോ ബാർ ഇട്ടിട്ടുണ്ടായിരുന്നു, അതും ഇതേപോലെ തന്നെയാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത് സ്റ്റിക്ക് വെച്ചിട്ട്. ഇത് ഒരു ദിവസം ഫുള്ള് ഫ്രീസറിൽ വെച്ചാൽ റെഡിയായി കിട്ടും. ഇത് പെട്ടെന്ന് ഇളകി കിട്ടണമെങ്കിൽ നമുക്ക് മീഡിയം ചൂടുവെള്ളത്തിൽ ഈ മോൾഡൊന്ന് 2 മിനിറ്റ് നേരം വെച്ച് കൊടുത്താൽ പെട്ടെന്ന് ഇളകി കിട്ടും. ഇത് നമുക്ക് വീട്ടിൽ തന്നെ ഉള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ട് നല്ല ക്രഞ്ചി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം. ഇത് ഞാൻ കുറേ പ്രാവശ്യം ഞാൻ ഇവിടെ ഉണ്ടാക്കി നോക്കിയ സാധനമാണ്. ഇത് നല്ലോണം വിജയിച്ച റെസിപ്പിയാണ്. നിങ്ങൾ തീർച്ചയായിട്ടും ധൈര്യമായിട്ട് ഉണ്ടാക്കി നോക്കണം. എല്ലാവരും നമ്മളെ ഇതുവരെ സപ്പോർട്ട് ചെയ്ത പോലെ ഇനിയും സപ്പോർട്ട് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. എല്ലാവർക്കും താങ്ക് യു.